വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇതെങ്ങനെ ഇവിടെ എത്തി? വല്ല പടത്തിന്റെ ഷൂട്ടിംഗ്? ഓക്കെ ഓക്കെ, ഐ വിൽ കം ഡൗൺ. പ്ലീസ് വെയിറ്റ്. സാർ ഇവിടെ? ഓ സാറ്, ആ വിളി മറന്നില്ല അല്ലേ? ആദ്യ പടത്തിന്റെ സെറ്റിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന്. എന്തൊരകൽച്ചയാണ് ആ വാക്കിന്. മാത്രമല്ല, ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്നതിന് എത്രയോ മുമ്പ് മധു സ്റ്റാറാണ്. കോടിക്കണക്കിന് ആളുകൾ എന്നെ ആരാധിക്കുന്നു. ആ ഞാൻ ആരാധിക്കുന്നതോ മധുമതിയെ. ഫ്ലാറ്ററിംഗിൽ താല്പര്യമുള്ളവരോട് പോരെ സാർ ഇതൊക്കെ? ഓ നോ നോ, അങ്ങനെ പറയരുത്. ഒരു കാര്യത്തിലേ മധുമതിയോട് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ, ആ ഉദയനെ വിശ്വസിച്ചതിൽ. ആ തെറ്റ് തിരുത്തിയെന്നറിഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. ആ കിഴങ്ങനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ അവന്റെ പടത്തിൽ ഇപ്പൊ അഭിനയിക്കുന്നത്. ഐ വാണ്ട് ടു ടീച്ച് ഹിം സം ലെസൺസ്. ഏത് പടത്തിൽ അഭിനയിക്കുന്ന കാര്യമാ പറഞ്ഞത്? അവന്റെ പടം തന്നെ. ഓ, മധു അറിഞ്ഞില്ലായിരിക്കും. ഞാൻ ഡേറ്റ് കൊടുത്തതോടെ അവൻ കയറിയ ഫേമസ് ആയില്ലേ. ഇവിടെ അതിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഇപ്പോ. ബട്ട് മധുമതിക്ക് വേണ്ടിയും ഞാൻ അവനോട് കണക്ക് തീർക്കും. എന്താണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ഓക്കെ ഓക്കെ, വിശദമായി പിന്നീട് സംസാരിക്കാം. Come in, please. അതെ, ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത വട്ടവിള ജയകുമാർ അഭിനയിച്ച ഒരു പടമില്ല, എന്താ അതിന്റെ പേര്? ദോശരാഘവൻ. അത് സൂപ്പർ ഹിറ്റാണ്. ചതിച്ചോ? ഉടനെ ഒരു പണി ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ ഫാൻസ് അസോസിയേഷൻ കിഴങ്ങന്മാരില്ലേ, അവന്മാരെ വിളിച്ച് ദോശരാഘവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയ്ക്കും 30 പേരെ വെച്ച് കയറ്റാൻ പറ. എന്നിട്ട് സ്ക്രീനിൽ വട്ടവിള വരുന്ന സമയത്തൊക്കെ ആഞ്ഞു കൂവാൻ പറ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മലയാള സിനിമയിൽ തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊല്ലത്ത് നിന്നോ മറ്റോ ഫിലിം സിറ്റി കാണാൻ വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ സരൂർ സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കും. അവർ പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ. ഈ ഹൈദരാബാദിൽ ഇവറ്റകൾ സ്വയം തരില്ല എന്ന് വെച്ചാൽ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. ശല്യം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിച്ചു കളയും. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന്? ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. ഗുഡ് ബൈ. അന്ന് പെയ്ത മഴയിൽ. നിങ്ങളുടെ പേരെന്താ? പച്ചാളം ഭാസി. അറിയാതെ വന്ന് പെട്ടുപോയതാ ഒരു സിനിമ എടുക്കാൻ. അറിഞ്ഞപ്പോൾ ബേബി കുട്ടിനോട് ഞാൻ കേണപേക്ഷിച്ചു വേറെ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യാമെന്ന്. അവൻ സമ്മതിച്ചില്ല. എൻ്റെ വീഴ്ചയിൽ ഒരു കൈ തന്ന് സഹായിച്ചവനല്ലേ. ഞാൻ തകർന്നു പോയപ്പോൾ എന്നോടൊരല്പം സ്നേഹവും സഹതാപവും കാണിച്ച ഒരേ ഒരാളല്ലേ. അവനെ ധിക്കരിക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കണം. എന്നും ഈ സമയത്താണ് നടക്കുന്നത്. This way, room number 122. Thank you very much. You're welcome. അയ്യോ, മധു വല്ലാതെ ക്ഷീണിച്ചു പോയല്ലേ? എന്തൊക്കെയായാലും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണല്ലോ നമ്മള്. നിനക്ക് ആ വിചാരം വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് ആ വിചാരം വേണ്ടെന്ന് നീയും പറയരുത്. എത്ര നാളായിട്ട് ശ്രമിക്കുന്നതെന്നറിയാവോ? ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഇന്നലെയാ. അപ്പം തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ പോരുമായിരുന്നു. രാത്രിയിൽ വന്ന് അപ്പുറത്തെ ഹോട്ടലിൽ മുറിയെടുത്തു. പേടിക്കണ്ട, ഒന്നിനും വേണ്ടിയിട്ടല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലെന്നറിയാം. എന്നാലും അച്ഛനും ഞാനും നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ അവനുമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന്. കേട്ടില്ല. അനുഭവം കൊണ്ട് പഠിച്ചില്ലേ. ഏതായാലും തെറ്റുതിരുത്തിയിൽ സന്തോഷമുണ്ട്. പക്ഷേ അവനും ഈ ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയമായി. നിന്നെ വല്ലവരത്തിലും അവൻ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്താൽ നീ അനാഥ പെൺകുട്ടിയല്ലെന്നും ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ടെന്നും അവനും മനസ്സിലാണല്ലോ. ഷൂട്ടിങ്ങിന് പോകാൻ ഇപ്പൊ തന്നെ വൈകി.
ഷൂട്ടിംഗ് തീരാറായാ? റഫീഖ് ഇവിടെ? കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. ഉദയൻ എനിക്കൊരു വേഷം തന്നു. തെലുങ്ക് പടമാണല്ലേ? അതെ. ഇനി എത്ര ദിവസം ഉണ്ടാവും? ഒരു 10 ദിവസം കൂടി. റഫീഖിന് സുഖമാണല്ലോ അല്ലേ? അങ്ങനെ ചോദിച്ചാ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സുഖവും സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. ആ സന്തോഷം ഇപ്പം ഇല്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഒരു തവണ ഞാൻ ഉദയനോട് ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൻ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ പിരിഞ്ഞതെന്ന്. എനിക്ക് ഷൂട്ടിങ്ങിന് സമയമായി. ഉദയം പാവല്ലേ, അവൻ എന്തിനാ എങ്ങനെ വേദനിപ്പിച്ചത്? അതൊന്നും പറഞ്ഞ റഫീഖിന് മനസ്സിലാവില്ല. മലയാളത്തിലല്ലേ പറയാ, ആ ഭാഷ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. തനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ അതിനനുവദിക്കുന്നതല്ലേ റഫീഖ് നല്ലത്? തനിച്ച് ജീവിക്കാനോ? ഉദയൻ അങ്ങനെ പറഞ്ഞു? Okay, everybody get ready. Background action. Propeller. Rain. Abbas. Start camera. Great. Train down. Fan. അയാൾ ഫ്രെയിമിലേക്ക് നോക്കി. ബസ്സിലേക്കാണ്. മഴ ഈവനായില്ല. അയാൾ ഇറങ്ങിയിട്ട് കുട്ടികൾ കയറിയാൽ മതി. പ്രൊപ്പല്ലർ കുറച്ചുകൂടെ ഏകലായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എവരിബഡി ബാക്ക് ടു പൊസിഷൻ. ഓൺ സ്പോട്ട്. ഉദയ, ഞാൻ മധുമതിയെ കണ്ടിരുന്നു. തനിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. കം ഓൺ, ഹിയർ വി ഗോ. ഒന്നര മണി കണ്ടിട്ട് പെട്ടെന്ന് പുറപ്പെടാം. എങ്ങനെയുണ്ട്? Excellent. ഓക്കെ. രാജപ്പനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഒരു വശത്ത്, റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനിടയിൽ ഇത് തീരുമെന്നുള്ള വേവലാതി വേറെ. അപ്പോഴാണ് താൻ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. തനിക്കെല്ലാം അറിയാമല്ലോ. കല്യാണത്തിന് മുമ്പ് അവളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എന്നോടവൾ ഉപദേശം ചോദിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് നിർണായകമായ ഒരു സന്ദർഭം വന്നപ്പോൾ സ്വയം തീരുമാനമെടുത്തു. എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. പക്ഷെ മധുമതി. വേണ്ട റഫി, ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അസ്വസ്ഥതയാണ്. പ്ലീസ്. ഈ ഫിലിം സിറ്റി ഗംഭീര സ്ഥലം തന്നെ. ഞങ്ങൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് കറങ്ങി. കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിച്ചാലെന്ന് ആലോചിക്കുക. ഷൂട്ടിംഗ് തീരാൻ ഇത്ര വൈകാറുണ്ടോ? ചില ദിവസങ്ങളിൽ. നിന്നെ കണ്ട കാര്യം അച്ഛനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. സത്യം പറഞ്ഞ ഫോണിൽ അച്ഛൻ കരയുകയായിരുന്നു. എന്തായാലും സ്വന്തം മോളല്ലേ, എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഏതൊരച്ഛനും. നിന്റെ പണം കൊണ്ടാ വീടുണ്ടാക്കിയത്, കാറ് വാങ്ങിച്ചത്. അതെല്ലാം അവിടെ തന്നെയുണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നീ വീട്ടിലേക്ക് വരണം. അറിവുകേട് കൊണ്ട് ഞങ്ങൾ വല്ല തെറ്റും നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽ അതൊന്നും ആവർത്തിക്കില്ല. പിന്നെ ഒരു കല്യാണം ശരിയായില്ല എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. നല്ല സാമ്പത്തിക ശേഷിയും നിന്നെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ കൂടെ വേണം നീ ജീവിക്കാൻ. അല്ലാതെ അതുപോട്ടെ, ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദയേട്ടനിൽ നിന്ന് അകന്നത്. ഒരുമിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും ഉദയേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് ആരുള്ളൂ.
അല്ലെങ്കിലും മധുമതി ഒരു പാവം കുട്ടിയാ, അതുകൊണ്ടല്ലേ അവന്റെ വലയിൽ വീണത്. അവൻ വേന്ദ്രനല്ലേ, വേന്ദ്രൻ. ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യുന്ന പടത്തിലല്ല അവന്റെ ശ്രദ്ധ. നായികയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടിയില്ലേ, അവളുടെ പുറകെ. ആണോ? പിന്നല്ലാതെ എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ അവനെ. മധുമതിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ അവളെ കല്യാണം കഴിച്ചത്? അല്ല, അഭിനയിപ്പിച്ച് പണം ഉണ്ടാക്കാലോ എന്ന് കരുതിയാ. പക്ഷെ കല്യാണത്തിന് ശേഷം മധുമതി അഭിനയിക്കില്ലെന്ന് പറഞ്ഞു, അപ്പൊ ആളിനെ അങ്ങോട്ട് ഒഴിവാക്കി. അല്ലെങ്കിലും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് സിനിമയിൽ, ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നില്ല ലാഘവത്തോടെയല്ലേ ആളുകൾ കല്യാണം കഴിക്കുന്നതും സെപ്പറേറ്റ് ആവുന്നതും ഒക്കെ. മലയാളത്തിൽ ഇത്തിരി കുറവാണെന്ന് മാത്രം. അതിവിടെയും വരണം. മിസ്റ്റർ ദിനേശൻ, താങ്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ പല ബിസിനസ്സുകളും നോക്കി നടത്താൻ ഇപ്പം ആളില്ല. സിനിമ പ്രൊഡക്ഷൻ, എസ്റ്റേറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായിട്ട് നമുക്കങ്ങനെ അങ്ങനെ ഞാൻ മറയില്ലാതെ പറയുകയാണ്. ആദ്യമേ മധുമതിയോട് എനിക്ക് ആരാധനയായിരുന്നു. ഒരുമിച്ച് അഭിനയിച്ച നാളുകളിൽ സ്നേഹമായത് വളർന്നു. പക്ഷെ അതിനിടയിൽ അവൻ കയറി വന്നെല്ലാം കുഴപ്പത്തിലാക്കി. എന്തിനാണ് ദേവിയും രാമഭദ്രനുമായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ സീൻ വെച്ചിരിക്കുന്നത്? ഞങ്ങളത് പ്ലാൻ ചെയ്യാണ്. ദേവിയുടെ ഫ്ലാറ്റിൽ നിന്നുള്ള ജമ്പിങ്. അന്ന് പറഞ്ഞ എല്ലാ സന്നാഹങ്ങളും റെഡി ആയിരിക്കണം. ട്രാക്ക്, ബെഡ്, എവറിത്തിങ്. അതൊക്കെ റെഡിയായിരിക്കും. പക്ഷെ പുതിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഫ്ലാറ്റിന് താഴെ വെച്ച് റഫീഖ് സരോജിനെ തല്ലുന്നൊരു രംഗമുണ്ടല്ലോ, അതിപ്പോ സമ്മതിക്കില്ലെന്നാ സരോജ് പറയുന്നത്. കാരണം ഒരു ജൂനിയർ നടൻ തല്ലുന്നത് അയാളുടെ ഇമേജിനെ ബാധിക്കുമത്രേ. പിന്നെന്ത് ചെയ്യാനാ അവൻ പറയുന്നത്? കഥ മാറ്റാനോ? മലയാളത്തിലെ ഒരു നടനും എന്നെ തല്ലണ്ട, ഹിന്ദിയിൽ നിന്ന് അമരീഷ് പുരിയെ വിളിക്കാൻ. അവന്റെ വല്യപ്പനെ എന്തിനാ അമരീഷ് പുരിയാക്കുന്നത്? അമിതാഭ് ബച്ചനെ വിളിക്കാം. ഇയാൾ ഇത്രയും വലിയ പുലിവാലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റിലീസിംഗ് ഡേറ്റും ഫിക്സ് ചെയ്തു, തിയേറ്റേഴ്സുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇയാളെ തല്ലാൻ വേണ്ടി ബോംബെ അമരീഷ് പുരിയെ വരുത്തണമെന്ന് പറഞ്ഞ അമരീഷ് പുരി ഇതറിഞ്ഞ ബോംബെ നാളെ വിട്ട് ഇവനെ തല്ലിക്കും. ഹലോ മിസ്റ്റർ ബേബിക്കുട്ടൻ. ഹലോ. നിങ്ങൾ ജോലികളിലായിരിക്കും എന്ന് എനിക്കറിയാം. എനിക്ക് മിസ്റ്റർ ഉദയനോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമായിരുന്നു. എന്ത് കാര്യം? ഒരു മിനിറ്റ് കൂടുതൽ എടുക്കില്ല. ഒന്ന് പുറത്തേക്ക് വന്നാൽ. എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ വിഷയമില്ല. ഞാൻ ആദ്യമായിട്ടൊരു സിനിമയാണ്. ഇപ്പം അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അയ്യോ, ഞാൻ വിഷമിപ്പിക്കാനൊന്നും വന്നതല്ല. ഉദയൻ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊന്ന് അറിയിക്കണം, പോണം, അത്രേ ഉള്ളൂ. എനിക്ക് സന്തോഷമുള്ള കാര്യം നിങ്ങൾ തർക്കിച്ച് നിന്നാലും സമയം നഷ്ടപ്പെടുകയാ.